നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ 7 വർഷങ്ങൾക്ക് മുൻപ് അത്രകാലം പലതുകൊണ്ടും ഭയപ്പെട്ട് മിണ്ടാതിരുന്ന പൊട്ടാൻ മുട്ടി നിന്ന അഗ്നിപർവ്വതം എന്ന നിലയിലാണ് ആൺകോയ്മ അരങ്ങുവാഴുന്ന സിനിമാ മേഖലയിലെ ഭീകരതയുടെ മുഖംമൂടി വലിച്ചു കീറാൻ തീരുമാനിച്ചിറങ്ങിത്തിരിച്ച 17 അംഗ പെമ്പിളയൊരുമൈ WCC രൂപം കൊള്ളുന്നത്. തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോവുകയാണെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും ഈ വേട്ടക്കാരെ തളയ്ക്കണം, പെണ്ണിനും അഭിമാനത്തോടെ ജോലി ചെയ്ത് ജീവിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ആ സംഘടന സർക്കാരിന് സമർപ്പിച്ച പരാതിയിന്മേലാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയുടെ ചുമതലയിൽ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അവർ സിനിമാ മേഖലയിലെ നിരവധി പേരുടെ മൊഴികളും അവയ്ക്ക് ആധാരമായി വോയിസ് മെസ്സേജുകളും ചാറ്റുകളും മറ്റും തെളിവുകളായി ശേഖരിച്ചും കൊണ്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം അതിന്മേൽ അടയിരുന്ന പിണറായി സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ ഇരയ്ക്കൊപ്പമോ വേട്ടക്കാർക്കൊപ്പമോ എന്നതാണ് ആദ്യം വെളിപ്പെടുത്തേണ്ടത്. മാധ്യമങ്ങളുടേത് ഉൾപ്പെടെ നാനാവഴിക്ക് നിന്നും സമ്മർദ്ദമേറിയപ്പോഴാണ് സംരക്ഷിക്കേണ്ടവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പൊതിയേണ്ടതൊക്കെ പൊതിഞ്ഞുകൊണ്ട് മഞ്ഞുമലയുടെ ഒരറ്റമെങ്കിലും പുറത്തുവിടാതെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോഴാണ് ഈ അറ്റകൈ സർക്കാർ മുതിർന്നത് തന്നെ. മുഖ്യൻ പറഞ്ഞത് കേട്ടില്ലേ, നടിമാരാരെങ്കിലും പരാതിപ്പെട്ടാൽ നടപടിയെടുക്കാമെന്ന്. എന്തൊരു ഉദാരമനസ്കത! അല്ലെങ്കിലും കപ്പിത്താൻ വളരെ ആശ്രിതവത്സലനാണല്ലോ. ഉമ്മൻചാണ്ടിക്കില്ലാതിരുന്ന എന്ത് പ്രിവിലേജാണ് ഈ വഷളന്മാർക്കുള്ളത്? പാവം പിടിച്ച അയാൾക്കെതിരെയുള്ള യാതൊരു ആരോപണവും നിലനിൽക്കുന്നതല്ലെന്നും തെളിവുകളില്ലെന്നും പിണറായിയുടെ തന്നെ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടും നിയമവിദഗ്ധർ പലരും ഉപദേശിച്ചിട്ടും അവയൊന്നും കണക്കിലെടുക്കാതെ 33 സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതിയും അവീത കഥകളിലെ അപസർപ്പക നായികയുമായ ഒരുത്തിയെ വിളിച്ചു വരുത്തി കോടികൾ വാഗ്ദാനം ചെയ്ത് നിർബന്ധിച്ച് പരാതി എഴുതി വാങ്ങി CBIക്ക് കൊടുത്തിട്ട് ഒരു ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്ന് അത് കേരളക്കരയാകെ ചെണ്ടകൊട്ടി വിളംബരം ചെയ്യുകയും ചെയ്ത പിണറായി അതിൽ കാണിച്ച ആ ശുഷ്കാന്തി, ബിന്ദു അമ്മണി, രഹിന ഫാത്തിമ, കനകദുർഗ തുടങ്ങിയ മഹിളാരത്നങ്ങളെ രായ്ക്ക് രാമാനെ Z+ സുരക്ഷയിൽ മല കയറ്റി അയ്യപ്പന്റെ ചാരിത്രം കളങ്കപ്പെടുത്താൻ കാട്ടിയ ആ ശുഷ്കാന്തി, സൂപ്പർ ഫാസ്റ്റ് വളയം തിരിക്കുന്നതിനിടയിൽ ആര്യാന്തർജനത്തെ ലൈംഗിക ചേഷ്ട കാണിച്ച ഭൂലോക ആഭാസൻ യദുവിനെതിരെ ഓൺ ദി സ്പോട്ട് ആക്ഷൻ എടുക്കാൻ കാട്ടിയ ആ ശുഷ്കാന്തി എന്തേ ഇവിടില്ലാതെ പോയി? യൂട്യൂബിലൂടെ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ വിജയ് നായർ എന്ന ഒരു ഞരമ്പനെ മടയിൽ കയറി ആക്രമിച്ച പെൺപുലി ഭാഗ്യ ചേച്ചിയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് ഇപ്പോൾ പുതിയ ചർച്ചകളിൽ നിന്നൊക്കെ ബോധ്യമായി. കാരണം അല്പം ആലോചിച്ചപ്പോൾ പിടികിട്ടി, ഏട്ടൻ പേട്ടൻ യക്ക എന്നിവരെയൊന്നും സേവ് ചെയ്യാനല്ലെന്നും പന്തിപ്പോൾ സാക്ഷാൽ കപ്പിത്താന്റെ കോർട്ടിലാണെന്നും അതിനി അടിക്കേണ്ടത് സർക്കാരാണെന്നും ഭാഗ്യേച്ചിക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല താൻ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷമായി പണി പോയിരിക്കുകയാണെന്നും ഇനി കൂടുതൽ കടുപ്പിച്ചാൽ ഒരു പക്ഷേ ഈ ജന്മം ഇനി പണിയേ ചെയ്യേണ്ടി വരില്ലെന്നുമുള്ള ഉത്തമ ബോധ്യം കൊണ്ടുമാവാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആരെങ്കിലും പരാതിപ്പെട്ടാൽ കേസെടുക്കാമെന്നേ. എന്തുകൊണ്ടാണ് ആരും പരാതിപ്പെടാത്തത് എന്നവർ ഉരുവിടുന്നത് കേട്ട് അല്ലേ? വിജയ് നായർ കേസിൽ പെട്ടിട്ടും IPCയുടെ ബാലപാഠം പോലും അവർക്ക് അറിയില്ലെന്നുണ്ടോ? ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് ബോധ്യമായാൽ ആരും കൊടുക്കാതെ തന്നെ പോലീസ് എടുക്കേണ്ടതാണ് കേസ് എന്ന് ആരാണ് ഇവിടുത്തെ പോലീസ് മന്ത്രി? മുഖ്യനോടുള്ള അഗാധമായ കൃതജ്ഞത അത് മറക്കാൻ പാടില്ലല്ലോ. ഇനി പിണറായി സർക്കാരിനെ ഇതിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റും? തിലകൻ എന്ന അസാമാന്യ പ്രതിഭയെ പ്രായം പോലും മറന്ന് ആട്ടിയിറക്കിയ വാളകത്തുള്ള കുബേരപുത്രൻ, ഭൂലോക തട്ടിപ്പുകാരി കാമുകിക്ക് വേണ്ടി ഒരു മാന്യ വനിതയെ, തന്റെ മക്കളുടെ അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അറുവഷളൻ, അധികാരക്കൊതിമൂത്ത് ജന്മം നൽകിയ അച്ഛനെ പോലും ജനിപ്പിച്ച മക്കളെ, സ്വത്തിനു വേണ്ടി സ്വന്തം പെങ്ങളെ എല്ലാം മറന്നവൻ, സർവോപരി ഒരു ക്രിമിനലുമായിട്ടുള്ള അവിഹിതത്തിന്റെ പേരിൽ ഇവൻ നാറരുതേ എന്ന് കരുതി എന്റെ നാവ് കൊണ്ടത് പറയില്ല എന്ന് പറയുകയും മരണം വരെ ആ വാക്ക് പാലിക്കുകയും ചെയ്ത് എല്ലാ പാപഭാരവും സ്വയം ഏറ്റുവാങ്ങിയ ഉമ്മൻചാണ്ടിയെ, ആ അഭിസാരികയുടെ തന്നെ സാരിത്തുമ്പിൽ കെട്ടി വലിച്ചിഴയ്ക്കാൻ ഇട്ടുകൊടുത്ത കശ്മലൻ, അയാളെ വിശേഷിപ്പിക്കാൻ മലയാള ഭാഷയിൽ ഇതിലുപരി വാക്കുകൾ ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ മാന്യത കൂടെ പുലർത്തണമല്ലോ എന്ന് കരുതി മാത്രമാണ്. അവനകത്തുള്ളപ്പോൾ കപ്പിത്താൻ എങ്ങനെ നിലപാടെടുക്കും? മാത്രമോ ഈ ടൈറ്റാനിക്കിന്റെ കപ്പിത്താനാകാൻ വേണ്ടി മെനഞ്ഞ അപസർപ്പക തിരക്കഥയിൽ അസോസിയേറ്റ് ഡയറക്ടറായ കപ്പിത്താൻ എങ്ങനെ കേസെടുക്കാനാവും? ഈ പ്രാപ്പിടിയനകത്തുള്ളപ്പോൾ ഇവനെല്ലാം വിളിച്ചു പറയില്ലേ, തന്റെ കൂട്ടുപ്രതിയാവില്ലേ കപ്പിത്താനും? അടുത്തത്തെ കൊല്ലംകാരൻ ഒരു കോമാളി, തോമസ് കുട്ടി വിട്ടോടാ എന്നും പറഞ്ഞ് അന്തസ്സും ആഭിജാത്യവും അഴകും വിദ്യാഭ്യാസവും പദവിയും ഒത്തിണങ്ങിയ തങ്കം പിടിച്ച ഒരു കലാകാരിയെ ചുളിവിൽ കൈക്കലാക്കിയിട്ട് അവരെ സംരക്ഷിക്കാൻ കഴിയാതെ അന്യ സംസ്ഥാനത്ത് വരെ ചെന്നു പെണ്ണുപിടിക്കാൻ അവരുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് അതിനു മുൻപ് സരിത എന്ന അസാധാരണ കലാകാരിയെ കെട്ടിയിട്ട്
പീഡിപ്പിച്ച് 2 മക്കളെയും കൂടി ഓടിച്ച മരങ്ങോടൻ, കുന്തോംകുട ചക്രവും വിൽപ്പനയ്ക്ക് നടക്കുന്ന ഒരു സാംസ്കാരിക ശൂന്യൻ, 4.5 കൊല്ലമായി ആ റിപ്പോർട്ടിന്റെ മണ്ടയ്ക്ക് കയറി അടയിരുന്ന മന്ത്രി പുങ്കവൻ അതൊന്നും മറിച്ചു നോക്കുക പോലും ചെയ്തില്ലെന്നേ. അതെങ്ങനെ? എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. ഹരിശ്രീ അശോകനെ ഓർക്കാം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്കും പരാതി വരട്ടെ, അന്വേഷിക്കാം എന്നൊരു മട്ട്. പിന്നെ ചലച്ചിത്ര അക്കാദമി തലപ്പത്തിരിക്കുന്ന ഒരു പുങ്കവൻ ഉറപ്പാണ് LDF വരും പാറ പോലെ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞതിന്, ജനങ്ങളെ പറ്റിച്ചതിന് ഉപകാരസ്മരണ. ഇവിടുത്തെ നടിമാരെ പീഡിപ്പിച്ചാൽ എന്നെ പീഡിപ്പിച്ചേ എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലോ എന്ന് കരുതി ബംഗാളിയിൽ പറഞ്ഞാൽ ഇവർക്കാർക്കും പിടികിട്ടില്ലല്ലോ. അതും പാളി. ഇപ്പോ ഇതാ ശ്രീലേഖ മിത്ര ഇംഗ്ലീഷിൽ മണിമണിയായിട്ട് സകലതും വിളിച്ചു പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ എന്നെ പോലെ കുറെ ഏറെ പേര് ഞെട്ടിപ്പോയ വെളിപ്പെടുത്തലാണ് ജുബിത പറഞ്ഞ പേരുകളുടെ കൂട്ടത്തിൽ മാമുക്കായുടെ പേര് കേട്ടത്. ഒന്നുമല്ലെങ്കിൽ സ്വന്തം മുഖം കണ്ണാടിയിലൊന്ന് നോക്കിയിട്ടെങ്കിലും വേണ്ടേ കൊച്ചു പെൺപിള്ളേരോടൊക്കെ ഇമാതിരി പരിപാടിക്ക് പോകാനും ചോദിക്കാനും. ഇനിയിപ്പോ മരിച്ച് മൺമറഞ്ഞു പോയവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? മമ്മൂട്ടിയുടെ നായികയായിട്ട് പോലും അഭിനയിച്ച 2 പഴയ പുതുമുഖ നടിമാർ. പഴയ പുതുമുഖ നടിമാർ എന്ന് പറയാൻ കാരണം അവരുടെ പുതുമുഖം പഴയ മുഖമാവാൻ നിന്നില്ല. 3-4 സിനിമകളോടെ പടം മടക്കി കളം വിട്ടു. 2 പേരും ഇപ്പോൾ കേറ്ററിംഗ് യൂണിറ്റ് നടത്തി കുടുംബസമേതം സുഖമായി കഴിയുന്നു. അവ 2 പേരും ആഭിമുഖത്തിൽ പറഞ്ഞത് മേൽപ്പറഞ്ഞ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവാത്തതുകൊണ്ട് തന്നെ ആണ് കളം വിട്ടത് എന്ന്. കരിയും പുകയും ഏറ്റ് തൊലിപ്പുറം കറുത്താലും മനസ്സ് കറക്കേണ്ടി വരില്ലല്ലോ എന്നോർത്ത്. ഈ ത്രിമൂർത്തികൾ LDF സർക്കാരിന്റെ ഐശ്വര്യ അഭിമാനവും എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഏതായാലും നീണാൾ വാഴട്ടെ.